ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക് സ്പേസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ. സോ നമ്മൾ ക്ലാസിക്കൽ തിയറിയും ബിഹേവിയറൽ തിയറിയും വളരെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ബേസിക് ഡിഫറൻസസ് നമുക്കറിയാം അല്ലേ. കാലാകാലം ഞാൻ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് തിയറീസ് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇനീഷ്യലി ക്ലാസ് പറയുന്നുണ്ട്. അതായത് അതാത് കാലത്തിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈമിലെ ടെക്നോളജി അനുസരിച്ചിട്ടായിരുന്നു ഈ പറയുന്ന മാനേജ്മെന്റ് തിയറികളും അഡ്മിനിസ്ട്രേറ്റീവ് തിയറികളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. സോ നമ്മൾ ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ തിയറീസിനെ നമ്മൾ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1880s മുതൽ 1920s വരെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ തിയറീസ് അല്ലേ, അതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 1920s തൊട്ടാണ് ഏതാണ്ട് ബിഹേവിയറൽ തിങ്കേഴ്സിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, ഫോളെ എന്ന് പറഞ്ഞിട്ടൊരു തിങ്കറുണ്ട്. ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. മേരി പാർക്കർ ഫോളെ എന്ന് പറഞ്ഞ തിങ്കറാണ് ക്ലാസിക്കൽ തിയറിയുടെയും ഈ പറഞ്ഞ ബിഹേവിയറൽ തിയറിയുടെയും ഒരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്തത്. ഷീ വാസ് ആക്ച്വലി പുട്ട് ഫോർവേഡ് ദി തോട്ട് ഓഫ് ബിഹേവിയറൽ തിങ്കേഴ്സ് കേട്ടോ. അത് നമുക്ക് അത്ര ആവശ്യമില്ല. ദെൻ 1920s ശേഷം ഏതാണ്ട് 1970s അല്ലെങ്കിൽ 1960s എൻഡ് തൊട്ട് 1970s നമുക്ക് പറയാം, 1970s ബിഗിനിങ്ങിന് 1960s എൻഡ് തൊട്ടാണ് ഏതാണ്ട് മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നൊരു പുതിയൊരു തിങ്കിങ് അല്ലെങ്കിൽ പുതിയൊരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം അതാത് കാലങ്ങളിൽ ടെക്നോളജി പരമായിട്ടും കൾച്ചർ പരമായിട്ടും സോഷ്യോളജിക്കലിയും ലോട്ട് ഓഫ് ഡിഫറൻസസ് അല്ലെ. ആ ഡിഫറൻസസിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ആയിരുന്നു പല തിയറികളും മുമ്പോട്ട് പ്രപ്പോസ് ചെയ്തത്. നമുക്കറിയാം 1880s ഡിമാൻഡ് ഹ്യൂജ് ആയിരുന്നു അല്ലെ. ഡിമാൻഡ് ഹ്യൂജ് ആയിരുന്നു, പോപ്പുലേഷൻ പയ്യെ കൂടി വരികയായിരുന്നു. ആൻഡ് അവിടെ മാസ് പ്രൊഡക്ഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർ വലിയൊരു വെയർ ഹൗസ് സെറ്റ് ചെയ്തു. അവിടെ മനുഷ്യരെ മാൻ എന്നത് മെഷീൻ്റെ മറ്റൊരു പാർട്ട് എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. നമ്മളിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാണ് കേട്ടോ. ദെൻ 1920s ശേഷം ഈ പറഞ്ഞ പോലെ ആ ഒരു വർക്കിങ്ങിന് കുറേ അധികം ഇഷ്യൂസ് ഉണ്ട്. ആൾക്കാരുടെ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഇമ്പാക്റ്റിനെ പറ്റി ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയിലായിരുന്നു 1920s അല്ലെ. 1920s അത് കേവലം പൈസ കൊടുത്താൽ മാത്രമല്ല, അല്ലെങ്കിൽ വേജ് ത്രൂ മാത്രമല്ല, അവരെ മെന്റലി അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം എന്നൊരു തോട്ട് ഉണ്ടാകും. ഇവിടെ രണ്ടിടത്തും എന്താ, ഒരിടത്ത് ഫിസിക്കൽ എബിലിറ്റി അല്ലെ, ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വർക്കറിന്റെ ഫിസിക്കൽ എബിലിറ്റി ആയിരുന്നു ക്ലാസിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഫിസിക്കൽ എബിലിറ്റി, ഫിസിക്കലി അയാളെ എത്ര സ്ട്രോങ് ആക്കാം, ഫിസിക്കലി അയാൾക്ക് എത്ര പണി കൂടുതൽ ചെയ്യാൻ സാധിക്കും. ദെൻ ക്ലാസിക്കൽ തിയറി കഴിഞ്ഞു. ദെൻ ബിഹേവിയറൽ തിയറീസ് വന്നു. ഇവിടെ എന്താണ്, മെന്റലി എങ്ങനെയാണ് അവരുടെ വർക്ക് പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അവരുടെ വർക്ക് കുറച്ചുകൂടെ ഈസി ആക്കാൻ മെന്റലി ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവിടെ ഫോക്കസ് ചെയ്തത്. ഇവിടെ രണ്ടിടത്തും പ്രൊഡക്ടിവിറ്റി ആയിരുന്നു മെയിൻ ചോദ്യമെങ്കിലും രണ്ടുപേരുടെയും അപ്രോച്ച് ഡിഫറെന്റ് ആയിരുന്നു അല്ലേ. ദെൻ കെയിം മോഡേൺ മാനേജ്മെന്റ് വിച്ച് ക്ലബ്സ് ബോത്ത് ക്ലാസിക്കൽ തിയറി ആൻഡ് ബിഹേവിയറൽ തിയറി. ഒരു സ്പെസിഫിക് രീതിയിൽ ഇതിനെ രണ്ടിനെ ക്ലബ് ചെയ്യാനാണ് മോഡേൺ മാനേജ്മെന്റ് തിയറി ശ്രമിച്ചത്. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ, നമുക്കിനി എന്ത് ചെയ്യാം, പയ്യെ സ്റ്റാർട്ട് ചെയ്തതല്ല. മോഡേൺ മാനേജ്മെന്റ് തിയറിയിൽ മാത്തമാറ്റിക്കലി അനലിറ്റിക്കലി പ്രശ്നങ്ങൾക്ക് നമ്മളൊരു സൊല്യൂഷൻ എത്തിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഓക്കെ, അതാണ് ബേസിക്കലി മോഡേൺ മാനേജ്മെന്റ് തിയറി. ദി യൂസ് ഓഫ് പ്രിസൈസ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഇൻ സിസ്റ്റം ഓഫ് അനലൈസിംഗ് understanding the interrelationship of management and workers in all aspects. നമ്മളിവിടെ ഇത്രയും നേരം നമ്മൾ ഏതൊരു തിയറി എടുക്കുമ്പോഴും നമ്മൾ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടർ വാസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കർ ആൻഡ് ദി മാനേജ്മെന്റ് അല്ലെ. ഇനി ഇവരെ ഈ മാനേജ്മെന്റിനെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ മാത്തമാറ്റിക്കലി അനലിറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മാനേജ്മെന്റ് തിയറിയിലേക്ക് വരുമ്പോഴുള്ള നമ്മുടെ പ്രധാനപ്പെട്ട മാറ്റം. ഇവിടെ എന്താണ്, ഇവിടെ നമുക്കറിയാം എംപ്ലോയി വർക്ക് ഫോർ മണി ആര് പറഞ്ഞാണ്, ക്ലാസിക്കൽ തിങ്കേഴ്സ് പറഞ്ഞാണ്. ദെൻ പിന്നെന്താ പറഞ്ഞത്, ഇവിടെ അയാൾ ദെൻ കെയിം എന്താണ്, ദി നീഡ് ഓഫ് റെസ്പെക്ട്, ദി നീഡ് ഓഫ് അക്സെപ്റ്റൻസ് അല്ലെ, ദി നീഡ് ഓഫ് റെക്കഗ്നിഷൻ. ഇതും വലിയൊരു ഫാക്ടറാണ്. ഇനി നമ്മൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് തിയറി ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു ബിഹേവിയറൽ തിങ്കേഴ്സിൽ. ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവിടെ നമ്മൾ ഈ കാര്യം സംസാരിച്ചിരുന്നു അല്ലേ. അവിടെ ചില ആൾക്കാർക്ക് വേജ് ആയിരിക്കും നീഡ്, ചില ആൾക്കാർക്ക് സോഷ്യൽ എസ്റ്റീം ആയിരിക്കും, ചില ആൾക്കാർക്ക് പല ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് നീഡ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു അല്ലെ. വേജ് പ്ലസ് ഹോം, ദെൻ കംസ് സെക്യൂരിറ്റി, ദെൻ കംസ് ലവ് ആൻഡ് റെസ്പെക്ട് അല്ലെ.
അല്ലെ. ദെൻ കംസ് എസ്റ്റീം, ദെൻ കംസ് വാട്ട് വാസ് ദാറ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ. ഇങ്ങനെ ഒരു 5 ലെവൽ ഹൈറാർക്കി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ ക്രിറ്റിസിഷൻ വന്നിരുന്നു. അതായത് ഓരോരുത്തരും അദ്ദേഹം പറഞ്ഞ എന്താണ്, മാസ്ലോ പറഞ്ഞ എന്താണ്, ഒരേ സമയം ഒരു നീഡിന് വേണ്ടി മാത്രമായിരിക്കും ആൾക്കാർ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു അല്ലെ. പക്ഷെ പിന്നീട് ക്രിറ്റിസിസംസ് വന്നു, അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഹി റീവർക്ക്ഡ് ഓൺ ദ തിയറി ആൻഡ് ഹി സെഡ് അങ്ങനെയല്ല, ഒരേ സമയം ഒന്നിൽ കൂടുതൽ നീഡ്സിന് വേണ്ടി ആൾക്കാർ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം. ഇവിടെയും അത് തന്നെയാണ് മാനേജ്മെന്റ് തിയറി മുമ്പോട്ട് വെക്കുന്ന പോയിന്റ്. അത് തന്നെയാണ്, ഒരാൾക്ക് ശമ്പളം മാത്രം പോരാ അല്ലെ. ഹ്യൂജ് അല്ലെങ്കിൽ 25 LPA അല്ലെങ്കിൽ 35 LPA നമ്മൾ പലപ്പോഴും കേൾക്കും അല്ലെ. IIT പാസ് ഔട്ട് ആയ ആൾക്കാർ, IIM പാസ് ഔട്ട് ആയ ആൾക്കാർ, ദേ ആർ ഗെറ്റിംഗ് 25 LPA, 35 LPA, 1 crore LPA. അതേ റിയലി ഹാപ്പി? ഓക്കെ, അത് മറ്റൊരു ചോദ്യമാണ് അല്ലെ. ആൻഡ് നമുക്ക് ഒരു ജോലി, ആ ജോലി കാരണം നമുക്ക് ഒരു ഇപ്പം അംഗനവാടി ടീച്ചേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് എടുക്കുക. അവരെ ബേസിക്കലി അവർക്കൊരു സൊസൈറ്റിയിൽ അവർക്കൊരു റെസ്പെക്ട് ഉണ്ട് അല്ലെ. സൊസൈറ്റിയിൽ റെസ്പെക്ട് ഉണ്ട്. ദ വർക്ക് ദേ ഡു ഇറ്റ്, ബട്ട് ദേ ഡോണ്ട് ഗെറ്റ് ദി റിയൽ വേജ് ടു ലീവ് ഹാപ്പിലി അല്ലെ. അതാണ് സത്യം. അവരുടെ വർക്കിന് വളരെ വലിയ വാല്യൂ ഉണ്ട് അല്ലെ. അവരെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് തക്കതായിട്ടുള്ള ശമ്പളം കിട്ടണില്ല എന്നുള്ളത് മറ്റൊരു ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ മാനേജ്മെന്റ് തിയറിയിൽ അത് തന്നെയാണ് പറയുന്നത്. അതായത് ശമ്പളം മാത്രം പോരാ, അതുപോലെ റെസ്പെക്ട് മാത്രം പോരാ, വി നീഡ് ബോത്ത്. വി നീഡ് എംപ്ലോയി കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദേ വർക്ക് ഫോർ മണി പ്ലസ് ദേ നീഡ് അഫെക്ഷൻ ആൻഡ് റെസ്പെക്ട് ഫ്രം കോവർക്കേഴ്സ്. They need to be respected. They need money and they need to be respected for their work. സോ ഇതാണ് ബേസിക്കലി മോഡേൺ മാനേജ്മെന്റ് തിയറി. ഇതൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി, ബാക്കി നമുക്ക് അത് വെച്ചിട്ട് അങ്ങ് സംസാരിച്ച് പോകാം കേട്ടോ. സോ ഇനീഷ്യലി എന്താണ് ഫസ്റ്റ് അപ്രോച്ച് എന്തായിരുന്നു? ഈ മോഡേൺ മാനേജ്മെന്റ് തിയറി ഫസ്റ്റ് അപ്രോച്ച് തന്നെ ഭയങ്കരമായിട്ട് എംപ്ലോയി സെന്റേർഡ് ആയിരുന്നു. ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് സൂപ്പർവൈസറി ലീഡർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇറ്റ് വാസ് ക്രിട്ടിസൈസ് ഫോർ ദി എംഫസിസ് ഓൺ സിംബോളിക് റിവാർഡ്സ്, നോട്ട് ഫോർ മെറ്റീരിയൽ റിവാർഡ്സ്. അപ്പോൾ ഇമ്പോർട്ടൻസ് എപ്പോഴും എന്താണ്, നമ്മുടെ ബിഹേവിയറൽ തിങ്കേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് അവർ മെറ്റീരിയൽ റിവാർഡ്സിനേക്കാൾ കൂടുതൽ സിംബോളിക് റിവാർഡ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ അവർ വാചാലരായത്. പക്ഷെ അങ്ങനെയല്ല, പ്രാക്ടിക്കലി അങ്ങനെയല്ല. നമുക്ക് രണ്ടും വേണം അല്ലെ. സിംബോളിക് റിവാർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, അവരെ അപ്ലോസ് ചെയ്യുക, അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ അവർ അപ്ലോസ് ചെയ്യുക, അവർക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി സിമ്പിൾ റിവാർഡ്സ് ആയിട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ മെറ്റീരിയലിസ്റ്റിക് റിവാർഡ്സ് വേണം അല്ലെ. അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കണം, അവർക്ക് അപ്രൈസൽസ് വേണം, അവർക്ക് ഇൻസെന്റീവ്സ് വേണം. ഇതൊക്കെ വേണം. ഇത് കൊടുത്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ഒരു ബാലൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇവിടെയാണ് മോഡേൺ തിയറി വരുന്നത്. ആൻഡ് ദേ കെയിം ആൻഡ് ദേ പ്രൊപ്പോസ് ടു ഇന്റഗ്രേറ്റ് ദ വാല്യുബിൾ കൺസെപ്റ്റ്സ് ഓഫ് ബോത്ത് ക്ലാസിക്കൽ മോഡൽ ആൻഡ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ്. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ എന്താണ്, ഇവിടെ അവർ മുമ്പോട്ട് വെച്ച ഓർഗനൈസേഷൻ ഒരു സിസ്റ്റം എന്നൊരു കൺസെപ്റ്റിലൂടെ അവർ കൊണ്ടുവന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അത് നിങ്ങൾ ബേജാറാണ്ട് അറിയില്ല. സോ ഓർഗനൈസേഷൻ എന്താണ്? ഓർഗനൈസേഷൻ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, അതായത് മാർക്കറ്റ് അനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളിലുള്ള എൻവയോൺമെന്റ്, ഇതനുസരിച്ച് നമ്മൾ എപ്പോഴും അഡാപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യും, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, തൽക്കാലം അവിടെ നമുക്കവിടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഹൗ മോഡേൺ തിയറി ഈസ് ഡിഫറെന്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ക്ലാസിക്കൽ തിങ്കേഴ്സിനും ബിഹേവിയറൽ തിങ്കേഴ്സിനും അവരുടെ സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ് എന്ന് പറഞ്ഞു. ഇവിടെ മോഡേൺ മാനേജ്മെന്റ് തിയറിയിൽ അതൊരു ഓപ്പൺ സിസ്റ്റം ആണ് എന്ന് പറയും. എന്താണ് ഈ ക്ലോസ് സിസ്റ്റം ആൻഡ് ഓപ്പൺ സിസ്റ്റം? ഇത്രയേ ഉള്ളൂ. ഒരു മുറിയിൽ ജനാലയും വാതിലും എല്ലാം അടച്ചു കഴിഞ്ഞാൽ, പിന്നെ സൗണ്ട് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ, ആ മുറിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വെളിയിൽ അത് രാവിലെയാണോ പകലാണോ, മഴ പെയ്യുന്നുണ്ടോ മഞ്ഞു പെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കാറ്റടിക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ കിട്ടുമോ? ഇല്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ ആ മുറിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ പണി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ജനാല ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ രീതികൾ മാറ്റാം അല്ലേ. നിങ്ങളുടെ പ്ലാൻസ് മാറ്റാം, നിങ്ങളുടെ ഷെഡ്യൂൾസ് മാറ്റാം, നിങ്ങളുടെ വർക്ക്സിന് ഡിഫറൻസ് കൊണ്ടുവരാം. ഇതാണ് ബേസിക്കലി ഓപ്പൺ സിസ്റ്റം ആൻഡ് ക്ലോസ് സിസ്റ്റം, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി മാർക്കറ്റ് സെൻസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 1991 ആണ് നമുക്ക് എന്ത് LPG റിഫോംസ് വരുന്നത് അല്ലേ. LPG റിഫോംസ് ഓർമ്മയുണ്ട്, അറിയാം എന്ന് കരുതുന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻസ്. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ LPG വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ തന്നെ കുറേയധികം കമ്പനീസ് ഉണ്ടായിരുന്നു. അതിൽ കുറേയധികം കമ്പനീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഫേസ് ചെയ്ത ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു? മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂതനമായ പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അല്ലേ. അപ്പൊ എന്താ, അവർക്ക് ഇവിടെ ഒരു വലിയ
ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വലിയ പോപ്പുലേഷൻ ഉണ്ട്, വലിയ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്താൽ മതി. പക്ഷെ പെട്ടെന്ന് വലിയ കുറേ കമ്പനികൾ വലിയ കുറേ ഇൻവെസ്റ്റ്മെന്റ്സുമായിട്ട് വരികയാണ് എങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ അവർക്ക് ഹൈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് ഇവിടെ മാറുന്നില്ല അല്ലെ. നമ്മുടെ മാർക്കറ്റ് എപ്പോഴാണ് മാറുക എന്ന് പറയുന്നത്, ഒരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആണ് മാർക്കറ്റ് മാറുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് സംസാരിക്കാം. 1991 ശേഷം ക്യാമ്പ കോള എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ക്യാമ്പ കോള 1991 മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ് ഡ്രിങ്ക് ആയിരുന്നു ക്യാമ്പ കോള. ഓക്കെ, അപ്പോൾ 1991 ശേഷം മുമ്പ് ഈ പറഞ്ഞ പെപ്സിയോ ഈ പറയുന്ന കൊക്കക്കോളയോ ഒന്നും നമ്മളെ ഫൈറ്റ് ചെയ്യാനില്ലായിരുന്നു. സോ ആ ഒരു മൊണോപ്പൊളി ആരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്യാമ്പ കോള എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പ കോളയ്ക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈവൻറ്റ്സ് നടത്താൻ വലിയ കാശ് ഇറങ്ങുന്ന കാര്യമില്ല, കാരണം ഇറ്റ് വാസ് എ മൊണോപ്പൊളി. പക്ഷേ 1991 ശേഷം എന്തുപറ്റി, പെപ്സി കെയിം ഇൻ ടു ദി മാർക്കറ്റ്, കൊക്കക്കോള കെയിം ഇൻ ടു ദി മാർക്കറ്റ്, ആൻഡ് അവരുടെ തന്നെ പല 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 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പറഞ്ഞ ഡ്രിങ്ക്സ് വന്നു. ആൻഡ് ക്യാമ്പ കോള ഫേസ് എ സ്റ്റിഫ് കോമ്പറ്റീഷൻ. ആൻഡ് അത് മാത്രമല്ല, പെപ്സി ആൻഡ് കൊക്കക്കോള ഹാഡ് ലോട്ട് ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റിംഗ് അല്ലേ. നമുക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയും ബ്രാൻഡിങ് കൊക്കക്കോള ചെയ്തിരുന്നു അല്ലെ, പെപ്സി ചെയ്തിരുന്നു, പല ക്രിക്കറ്റേഴ്സും ഇതിൽ അഭിനയിച്ചിരുന്നു. ആൻഡ് ഇവരൊക്കെ മുമ്പോട്ട് വെച്ച ആ ഒരു തരം ഹൈ കോമ്പറ്റീഷൻ താങ്ങാൻ ആർക്ക് കഴിയുന്നില്ലായിരുന്നു, നമ്മുടെ ക്യാമ്പ കോളയ്ക്ക് കഴിയുന്നില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. ആൻഡ് ക്യാമ്പ കോള പിന്നീട് ഇല്ലാണ്ടായി. ഇപ്പോൾ റീസെൻ്റ്ലി അംബാനി റീസെൻ്റ്ലി പർച്ചേസ്ഡ് Campa Cola, and actually Campa Cola is trying to come back അല്ലെങ്കിൽ bring back its glory days എന്ന് പറയാം. സോ ഇപ്പോൾ വീണ്ടും ഒരു ക്യാമ്പ കോള എന്ന രീതിയിൽ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്താ ക്യാമ്പ കോളയ്ക്ക് സംഭവിച്ചത്, മാർക്കറ്റ് പഠിച്ചില്ല, മാർക്കറ്റ് മാറുന്നത് മനസ്സിലാക്കിയില്ല, ആൾക്കാരുടെ നീഡ് മനസ്സിലാക്കിയില്ല, കോമ്പറ്റീഷൻ, നമ്മുടെ അതേ ലെവലിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഏത് റേറ്റിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരെന്തൊക്കെ മാർക്കറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ഇതിനെപ്പറ്റി ഒന്നും ആരും ബോധേഡായിരുന്നില്ല. ക്യാമ്പ കോള ബോധേഡായിരുന്നില്ല. എന്തുകൊണ്ട് ബോധേഡായിരുന്നില്ല? ബിക്കോസ് അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരുന്നു. വെളിയിൽ എന്താ നടക്കുന്നത്, എൻവയോൺമെന്റ്, അതായത് മാർക്കറ്റ് എൻവയോൺമെന്റിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു, ക്യാമ്പ കോളയ്ക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഇനി അത് മനസ്സിലാക്കിക്കാൻ മാത്രം പോരാ, മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളത് മാറിക്കൊണ്ടിരിക്കണം, ആ പ്രൊഡക്റ്റിനെ റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രം നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ റെലവൻസ് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, സ്റ്റെബിലൈസേഴ്സ്, വലിയ ബി ഗാർഡിന്റെ സ്റ്റെബിലൈസേഴ്സ്, നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന പല ആൾക്കാരുടെയും കുട്ടിക്കാലങ്ങളിൽ നമ്മുടെ ടിവിയോടൊപ്പം ഒരു സ്റ്റെബിലൈസർ എപ്പോഴും നമ്മുടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്റ്റെബിലൈസറിന് ആവശ്യമുണ്ടോ? ഇല്ല. പണ്ട് ആ സ്റ്റെബിലൈസർ നീഡായിരുന്നു അല്ലേ, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് കാരണം. പക്ഷെ ഇപ്പം ഇൻബിൽഡ് ആയിട്ട് തന്നെ പല ഈ പറയുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. സോ ഒരു എക്സ്റ്റേണൽ സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ വി ഗാർഡ് അത് വിൽക്കുന്നുണ്ട്. വി ഗാർഡ് അപ്പം എന്ത് ചെയ്തു, ആ മാർക്കറ്റ് അവർ ഒന്ന് മാറ്റി. അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പം നമ്മൾ പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് വരെ നമുക്ക് ടി വിയിലും പത്രത്തിലൊക്കെ വി ഗാർഡിന്റെ അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം ആൾക്കാർക്ക് അതിന് നീഡില്ല എന്ന് മനസ്സിലായി. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, അവരെന്ത് ചെയ്തു, ഈ റെഫ്രിജറേറ്ററും ഈ എ സിയും ഒക്കെ മേടിക്കാൻ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ആ ഷോപ്പ് ത്രൂ ആണ് അവർ സെല് ചെയ്യുന്നത് അല്ലേ. അവർ പറയും ശരിയാണ് സാർ, ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല, റെഫ്രിജറേറ്ററിൻ്റെ കൂടെ തന്നെ സ്റ്റെബിലൈസർ ഉണ്ട്. പക്ഷേ 1,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, ഇത്രയും 60,000 രൂപ 70,000 രൂപ ഫ്രിഡ്ജ് മേടിക്കുന്ന ഒരാൾക്ക് 1,500 രൂപ എക്സ്ട്രാ മുടക്കിയാൽ എന്താണ് കുഴപ്പം എന്ന ഒരു ടാക്ടിക്കലാണ്, എന്നൊരു സെയിൽസ് ടാക്ടിക്കലാണ് അവർ പിടിക്കുന്നത്. അതുവഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇപ്പം പ്രൊഡക്റ്റ് സെല് ചെയ്തത് അല്ലേ. സോ നിങ്ങൾ ഈ പറഞ്ഞ എൻവയോൺമെന്റ് മനസ്സിലാക്കാതെ, റിക്വയർമെന്റ്സ് മനസ്സിലാക്കാതെ ഒരു പ്രൊഡക്റ്റിന് എന്താണ് ഒരു ലോഞ്ചിവിറ്റി ഇല്ല. സെയിം വിത്ത് ദ കേസ് ഓഫ് നിക്കോൺ, സെയിം വിത്ത് ദ കേസ് ഓഫ് ബ്ലാക്ക്ബെറി. ഇതൊക്കെ ഇതാണ്. മാർക്കറ്റ് മനസ്സിലാക്കണമെങ്കിൽ എൻവയോൺമെന്റ് മാറുന്ന എന്താണെന്ന് മനസ്സിലാക്കണം, ആൾക്കാരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. സോ ഇതേ സംഗതി തന്നെയാണ് ഒരു മാനേജ്മെന്റിന് വേണ്ടത്. ഒരു മാനേജ്മെന്റ് നിൽക്കണമെങ്കിൽ അവിടെ എന്താണ്, ആ മാനേജ്മെന്റിന് ചുറ്റുമുള്ള എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഈ ഒരേ ജോലി, സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന രീതിയിൽ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഞാൻ എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ വേജ് കൊടുക്കുന്നുണ്ട്, ഇത് മാർക്കറ്റ് റേറ്റിന് പാരലാണോ എന്ന് ചിന്തിക്കാം. ഓക്കെ, അതായത് മറ്റു പല കമ്പനികൾ അവരുടെ ശമ്പളം കൂട്ടി, അവരുടെ ഇൻസെന്റീവ്സ് കൂട്ടി, അവരുടെ വർക്ക് കൾച്ചറും ഡിഫറെന്റ് ആക്കി 5 days വർക്ക് എന്ന രീതിയിലാക്കുമ്പോൾ ഞാൻ ഇവിടെ 6 days എൻ്റെ എംപ്ലോയെ വർക്ക് ചെയ്യിപ്പിച്ച് കുറവ് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ വിൽ ഹി വർക്ക് ഫോർ മീ? No, he will get, when he get a chance to work for another company with a better salary, he will move on. അങ്ങനെ ആൾക്കാരെ മാറിക്കൊണ്ടിരുന്ന ഒരു കമ്പനി നിൽക്കുമോ? ഇല്ല. സോ ഇവിടെ ഓർഗനൈസേഷൻസ് ഓപ്പൺ സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ ഓർഗനൈസേഷൻ
മാർക്കറ്റ് അനുസരിച്ച് എൻവയോൺമെന്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. ഇവിടെ എന്തൊക്കെയാണ് ഓപ്പൺ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ്? ഒന്ന്, കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ, നേരെ സംസാരിച്ചു അല്ലേ, കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അത് പ്രൊഡക്റ്റിന്റെ രീതിയിലും എംപ്ലോയിയെ പിടിക്കാൻ വേണ്ടി അല്ലേ, എന്റെ കമ്പനിയിൽ നിന്ന് എന്റെ ബെസ്റ്റ് എംപ്ലോയിയെ പിടിച്ചുകൊണ്ട് പോകാൻ മറ്റൊരു കമ്പനി വരും വിത്ത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ കൂടുതൽ സാധനം ഓഫർ ചെയ്യേണ്ടി വരും. ദെൻ റെഡ്യൂസ് ലൈഫ് സൈക്കിൾ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പം നമുക്കറിയാം ഫാസ്റ്റ് ഫാഷൻ്റെ സമയമാണ്. സുഡിയോ പോലെ കുറേ അധികം അല്ലെ, മെൻഡി പോലെ കുറേ അധികം എന്താ പറയുന്നത് ബ്രാൻഡ്സ് വരുന്നുണ്ട് ഫാസ്റ്റ് ഫാഷൻ. സോ ഒന്നിന് ലൈഫ് സൈക്കിൾ കുറവാണ്. എന്താണ് ഇതൊക്കെ? കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. കോമ്പറ്റീഷൻ കൂടുമ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റ് തന്നെ കുറയും. ദെൻ ഇൻക്രീസ് ഇന്നോവേഷൻ അല്ലെ, കോമ്പറ്റീഷൻ കൂടും അല്ലെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ എത്രത്തോളം വ്യത്യസ്തമാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഐ വിൽ വർക്ക് ഓൺ innovating അല്ലെ, I will work on molding the product. Then reduce schedule, faster and less costly repairs. നമുക്കറിയാം റിപ്പയറിങ് മൊബൈൽ റിപ്പയർസ് നമ്മളൊരു 5 കൊല്ലം മുമ്പ് നമ്മൾ മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇപ്പം സ്ക്രീൻ ഗാർഡ്സിന്റെ വില വളരെ കൂടുതലായിരുന്നു, മൊബൈൽ റിപ്പയറിംഗ് കൂടുതലായിരുന്നു. ഒരു മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും വീണ്ടും ഒരു 5 മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ്സ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു മൊബൈൽ കട വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു മൊബൈൽ കട ഉണ്ടെങ്കിൽ ആ മൊബൈൽ കടയുടെ ചുറ്റും അതിന് തൊട്ടടുത്ത് തന്നെ വീണ്ടും 5-6 മൊബൈൽ കടകൾ വരും. സിമിലർ റിപ്പയറിംഗ് ഷോപ്പ്സ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും വീണ്ടും 5-6 റിപ്പയറിംഗ് ഷോപ്പ്സ് വരും അല്ലെ. അതൊരു വലിയൊരു സോണായിട്ട് മാറും. ആ സോൺ മൊത്തം അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലമായിട്ട് മാറും. ഓക്കെ, ഇതും എക്കണോമിക് തിയറിയിൽ ഇതിനൊരു എഫക്ട് ഒരു തിയറിയാണ് കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ 7,000 രൂപയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ 800 രൂപയ്ക്ക് ചെയ്യാന്ന് പറയും അല്ലെ. അപ്പൊ എന്താ, നമുക്ക് ഫോർ എ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലതാണ്. നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് വരും, ബെറ്റർ സർവീസും വരും അല്ലെ. ദെൻ എൻഹാൻസ്ഡ് ഓപ്പറേറ്റബിലിറ്റി. സോ ഇതൊക്കെയാണ് ഓപ്പൺ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടെന്ന് വരുന്നു. ക്ലോസ് സിസ്റ്റം ആകുമ്പോൾ എന്താ, ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ എന്ത് പഴഞ്ചൻ മെത്തേഡാണോ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ബെസ്റ്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് തന്നെ കിടക്കും. ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫീസസിന് പറ്റുന്നത്, പഞ്ചായത്ത് ഓഫീസസിന് പറ്റുന്നത്. കാരണം അവിടെ എന്താ, അവിടെ കോമ്പറ്റീഷൻ ഇല്ല അല്ലേ. അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അവിടെ കയറുന്ന ആൾക്കറിയാം ഞാനിവിടെ കിടന്ന് എന്ത് കാണിച്ചാലും 30-40 കൊല്ലം എനിക്കിവിടെ സർവീസ് ഉണ്ട്, പിന്നെ പെൻഷനുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം പിന്നെ ചിന്തിക്കുക, ഞാൻ കിടന്ന് എന്ത് കാണിച്ചാലും ഞാനായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. സോ ഞാൻ എന്ത് കിടന്ന് മെനക്കിടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ ആൾക്കാർ ഒരു സർവൈവൽ മോഡിലേക്ക് പോകും അല്ലേ. ആൾക്കാരൊരു സർവൈവൽ മോഡിലൊക്കെ അല്ല, സസ്റ്റെയിൻ മോഡിലേക്ക് പോകും. അവിടെ യാതൊരു തരത്തിലുള്ള ചേഞ്ചും കാണില്ല. നിങ്ങളൊരു 5 കൊല്ലം മുമ്പ് ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു പഞ്ചായത്തിലോ പോയ സമയത്തുണ്ടായിരുന്ന അതേ പെയിന്റ്, അതേ ചെയർ, അതേ കർട്ടൻ കഴുകിയിട്ട് പോലും കാണത്തില്ല. ഇതൊക്കെ തന്നെയായിരിക്കും അവിടെ. യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല. കാരണം എന്താ, അവർക്ക് മാർക്കറ്റ് മാറുന്നതനുസരിച്ചോ ആൾക്കാരുടെ നീഡ് മാറുന്നതനുസരിച്ചോ അവർ മാറാൻ അവർ തയ്യാറല്ല. അങ്ങനെ മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെൽക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറ്റ ഉദാഹരണം കൂടെ പറയാം. ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, പനി ഛർദിയൊക്കെ ആയിട്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡിഫറൻസ് എന്താണ്? ഇന്ന് അതൊരു സർവീസൊക്കെ മാറുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ഒരാൾ നിൽക്കുകയാണ്. എന്താണ് ആവശ്യം? റിസപ്ഷനിസ്റ്റ്. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. പണ്ട് വളരെ 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 ലിമിറ്റഡ് സർവീസ് ആയിരുന്നു ഒരു ഹോസ്പിറ്റലിൽ തന്നുകൊണ്ടിരുന്നത് അല്ലേ. ഈവൻ ദോ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇന്ന് ഹോസ്പിറ്റലിന്റെ കളർ മാറി, ഹൈലി ഇപ്പോൾ ടോക്കൺ സിസ്റ്റംസ് വന്നു, നല്ല നല്ല ചെയർസ് വന്നു അല്ലെ, AC. ഇതൊക്കെ എന്താ, മാർക്കറ്റ് മാറുന്നതനുസരിച്ച് അവരെന്ത് ചെയ്തു, ആ ഹോസ്പിറ്റൽ എന്നൊരു സംഗതിയെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആക്കി ആൾക്കാർ മാറ്റാണ് അല്ലേ. വൺസ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് കിട്ടുന്ന സർവീസ് വളരെ നല്ലതാണെങ്കിൽ വി വോണ്ട് പ്രിഫർ ടു ഗോ ടു അനദർ ഹോസ്പിറ്റൽ. അങ്ങനെയല്ലേ? ഇതൊരു കസ്റ്റമർ സെന്റിമെന്റ് ആണ് അല്ലേ, ഒരു കസ്റ്റമർ സെന്റിമെന്റ് ആണ്. ഫുഡ് അങ്ങനെയല്ല. ഫുഡ് വി വിൽ ട്രൈ ടു ഹാവ് ബെറ്റർ അല്ലെ. നമ്മൾ ഒരിടത്ത് പോയി കഴിച്ച് ഇഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് ട്രൈ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഹോസ്പിറ്റൽ അങ്ങനല്ല അല്ലേ. ഹോസ്പിറ്റൽ നമ്മൾ വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വെറുതെ ഹോസ്പിറ്റലിൽ ഇപ്പം മരുന്ന് മേടിക്കുമോ? ഇല്ല. സോ ഹോസ്പിറ്റലിന്റെ ട്രസ്റ്റിലാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. ആ ട്രസ്റ്റ് കിട്ടണമെങ്കിൽ അവർക്ക് സർവീസ് കൊടുക്കണം. സോ ആ സർവീസിന്റെ പുറത്താണ് ഇവരെ ഗെയിം പ്ലേ ചെയ്യുന്നത്. ഈവൻ 1000 രൂപ 2000 രൂപ കൂടിയാലും നമുക്ക് അവിടെ നല്ല സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പോകും അല്ലെ. ദിസ് ഇസ് ട്രൂത്ത്. ദിസ് ഇസ് അവരുടെ സർവീസ് അല്ല, അവരും ചെയ്യുന്നത് ബിസിനസ് ആണ് എന്നൊരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഇനി എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ. ഈ ക്ലാസ്സിലുള്ള ഗുണം അതാ, നിങ്ങൾക്ക് വിൽക്കുന്ന ഓരോ സംഗതിയും അതൊരു ബിസിനസ് ആണ് എന്ന മൈൻഡ് സെറ്റിൽ നിങ്ങൾ അസസ് ചെയ്യണം. ആ അസസ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിന്റെ പ്രോപ്പർ ഐഡിയ കിട്ടും. വാട്ട് ആർ ദേ റിയലി സെല്ലിങ് എന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, ഫൈൻ.
ദെൻ ഇനി രണ്ടാമത്തെ എന്താ ഓർഗനൈസേഷൻ ഓപ്പൺ സിസ്റ്റം ആണ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മാർക്കറ്റ് മാറുന്നതനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ മോഡേൺ തിയറി കൺസിസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം വിച്ച് ഇസ് ഡൈനാമിക്. സിസ്റ്റം ഡൈനാമിക് ആണ്, സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പൺ സിസ്റ്റം ആണ്, ആ സിസ്റ്റം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത സിസ്റ്റം ഇറ്റ് വിൽ നോട്ട് റൺ ഫോർ 10 years അല്ലെ. അത് ഓരോ കൊല്ലം അല്ലെങ്കിൽ ഐഫോണിന്റെ ഓരോ പുതിയ മോഡൽ ഇറങ്ങുന്നതനുസരിച്ച് സാംസങ് പുതിയ മോഡൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാംസങ് പുതിയ മോഡൽ ഇറങ്ങുന്നതനുസരിച്ച് തന്നെ എന്താ പറയുന്നത് ഓപ്പോ പുതിയ മോഡൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ആ ഒരു ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനൊപ്പം തന്നെ എല്ലാവരും തന്നെ മൂവ് ചെയ്യാൻ നോക്കുകയാണ് അല്ലേ. സോ സിസ്റ്റം തന്നെ ഇവിടെ എന്താണ്? ഡൈനാമിക് ആണ്. ദ മോഡേൺ അപ്രോച്ച് ഇസ് പ്രോബബിളിസ്റ്റിക് നോട്ട് ഡിറ്റർമിനിസ്റ്റിക്. ഇവിടെ നമുക്കൊരു കംപ്ലീറ്റ് ഐഡിയ ഇല്ല. ദിസ് വിൽ വർക്ക് എന്നൊരു ഐഡിയ ഇല്ല, ദിസ് മേ വർക്ക് എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലാസിക്കൽ തിങ്കിങ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഒരു ഐഡിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐഡിയ നടത്തും എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ എങ്ങനെയല്ല, നമുക്ക് വി കാൺ ഡിറ്റർമിൻ ദി ഔട്ട്കം. നമുക്കറിയാം പല ബൈക്ക് മോഡൽസ്, പല കാർ മോഡൽസ് ഫ്ലോപ്പ് ആവുമെന്ന് നമുക്കറിയാം അല്ലേ. വലിയ ബ്രാൻഡുകളുടെ വരെ കാറുകൾ ഫ്ലോപ്പ് ആവുമെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ഇതിന് മുകളിൽ വർക്ക് ചെയ്യാതാണ് ഈ മോഡൽ ഇറക്കുന്നതെന്ന്? They work for years and then they come up with a design, then they come up with the assembly and product launch. പക്ഷെ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആയി പോകും. അപ്പൊ എന്താ, നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് അല്ല, ദിസ് മേ വർക്ക്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള എലമെന്റുകളെ പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ എലമെന്റുകളിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഓക്കെ, ഇത് ഈ സംഗതി മാത്രം മനസ്സിലാക്കി. സോ ദ റിസൾട്ട്സ് ഓഫ് പ്രോബബിലിസ്റ്റിക് മോഡൽ ആർ അൺസർട്ടൺ ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ചാൻസ് ഓഫ് ഒക്കറൻസ്. അത് ആ ചാൻസ് ഓഫ് ഒക്കറൻസ് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ ഈ മോട്ടോ എൻതൂസിയാസ്റ്റ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ചില മോഡൽസ് ഇറങ്ങി, ചില മോഡൽസ് ചില സെഗ്മെന്റ്സിന് വേണ്ടിയിട്ടായിരിക്കും ഇറക്കുന്നത്. പക്ഷെ ആ സെഗ്മെന്റ്സിലെ ആൾക്കാരായിരിക്കും ഇതിൽ ആ മോഡൽ മേടിച്ച് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡിഫറൻസ്. നമുക്കറിയാം റോയൽ എൻഫീൽഡിന്റെ തന്നെ ഏറ്റവും നല്ല മോഡലും ഉണ്ട്, ഏറ്റവും മോശം മോഡൽസും ഉണ്ട് അല്ലെ. ഹീറോയുടെ തന്നെ ഏറ്റവും നല്ല മോഡൽസും ഉണ്ട്, ഏറ്റവും മോശം മോഡലും ഉണ്ട്. പക്ഷേ ദ തിങ് ഈസ് ഏത് രീതിയിലാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്, ഏത് എലമെന്റിലാണ് വിശ്വസിക്കുന്നത്, ആ എലമെന്റിലാണ് ആ പ്രൊഡക്റ്റ് ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സിമിലർ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയല്ലേ അല്ലെ. സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഈ പടം ഹിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ? there are some elements which may work and which may not. സോ ആ വർക്ക് ചെയ്യുന്ന എലമെന്റ്സ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഹിറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി ഫ്ലോ. സോ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന പ്രൊഡക്ട്സും. പല പ്രൊഡക്ട്സും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും, അത് ആൾക്കാരുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ശരിക്കുമുള്ള ഇഷ്യൂസിനെ പറ്റി അറിയുന്നത്. ഓക്കെ അല്ലേ, ഫൈൻ. ദെൻ മോഡേൺ മാനേജ്മെന്റ് തിയറി കവേഴ്സ് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ഫോർ ദി ഓർഗനൈസേഷൻ. മൈക്രോ എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഉള്ളിലുള്ള എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷന് വെളിയിലുള്ള എൻവയോൺമെന്റ് ആണ് മാക്രോ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷന് ഉള്ളിൽ എന്താണ്? ഉള്ളിൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ, അപ്രൈസൽസ്, അല്ലെങ്കിൽ ഈ റെസ്പെക്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഓഫ് ദെയർ വർക്ക്, റെക്കഗ്നിഷൻ ഓഫ് ദെയർ വർക്ക്, ഇതൊക്കെയാണ് മൈക്രോ എൻവയോൺമെന്റ്. ഇത് മാറിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്രൈസൽസ് മാറിക്കൊണ്ടിരിക്കണം, ആൾക്കാരുടെ പ്രൊമോഷൻസ് മാറിക്കൊണ്ടിരിക്കണം. ആ ഒരു നീഡ് അല്ലെ, വെളിയിൽ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മറ്റു കമ്പനിയിൽ കൊടുക്കുന്ന അതേ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടണം. മാക്രോ എൻവയോൺമെന്റ് ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ മാർക്കറ്റ് മാറുന്നതനുസരിച്ച്, ആൾക്കാരുടെ ഡിമാൻഡ്സ്, ആൾക്കാരുടെ സെന്റിമെന്റ്സ് മാറുന്നതനുസരിച്ച് ഓർഗനൈസേഷൻ മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ അല്ലേ. Then modern theory is multivariable. Event can be caused as a result of several variables. ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി പല വേരിയബിൾ, എന്താ പറയുന്നത്, ഇവന്റ്സിന്റെ ഭാഗവാക്കായിട്ട് ഒരു വലിയൊരു ഇവന്റ് അല്ലെങ്കിൽ വലിയൊരു ഒരു സ്റ്റെപ്പ് സംഭവിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. ആൻഡ് ദീസ് ക്യാൻ ബി, ഈ പറയുന്ന പല ഡിഫറെന്റ് എലിമെന്റ്സ് ഉണ്ടല്ലോ, ഡിഫറെന്റ് ഇവന്റ്സ്, ഇത് തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല, പക്ഷേ ഇറ്റ് വിൽ കൾമിനേറ്റ് ഇൻ ടു എ ബിഗ് ഇവന്റ്. ബട്ടർഫ്ലൈ എഫക്ട് എന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, ഇനി സിസ്റ്റംസ് തിയറി നമ്മൾ ഇത്ര നേരം സംസാരിച്ച സംഗതി തന്നെയാണ്, ഒന്നുകൂടെ ഓടിച്ച് പറയാനാണ്. ഇത്രയും ടൈം എടുക്കുന്നത് ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാം. സോ അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ സിസ്റ്റം തിയറി എന്ന് വെച്ചാൽ ബേസിക്കലി മുമ്പോട്ട് വെച്ചത് ഓർഗനൈസേഷൻസ്. നമുക്ക് സിസ്റ്റം തിയറിയും കണ്ടിജൻസി തിയറി, 2 തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിസ്റ്റം തിയറി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കുറേ അധികം സബ് സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ക്യുമുലേറ്റീവ് ഇവന്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണ്, ആ ഓർഗനൈസേഷനിൽ സെയിൽസ് കാണും അല്ലെ, ദെൻ ഡെവലപ്മെന്റ് കാണും അല്ലെ, ദെൻ സപ്പോർട്ട് ടീം കാണും, ഒരു R&D ടീം കാണും അല്ലെ. ഇത്രയും അധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഒരു ഓർഗനൈസേഷൻ, ഒരു സിമ്പിൾ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ. ഈ ഓർഗനൈസേഷൻ, ഈ പറയുന്ന സബ് സിസ്റ്റം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ആ റിലേഷൻഷിപ്പ് വളരെ കോംപ്ലക്സ് ആയിരിക്കും അല്ലെ. ആ റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. പക്ഷേ
ആ റിലേഷൻഷിപ്പ് എത്ര എഫക്റ്റീവ് ആണോ അതനുസരിച്ചായിരിക്കും ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനാണ് എപ്പോഴും വലുത് എന്നാണ് ഇവർ മുമ്പോട്ട് വരുന്നത്. ഓർഗനൈസേഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആഡഡ് അപ് ടു. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. ഒരു ഹോട്ടൽ എടുക്കുകയാണ്. ആ ഹോട്ടൽ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു സെക്യൂരിറ്റി ടീം കാണും അല്ലേ, ഒരു പാർക്കിങ്ങിന് വേണ്ടി. ദെൻ അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഫുഡ് പ്രിപ്പറേഷൻ ടീം കാണും, ഫുഡ് സെർവ് ചെയ്യുന്നൊരു ടീം കാണും. ഈ ടീമുകളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഹോട്ടലാകുമ്പോൾ ഇല്ല. ഹോട്ടൽ ഈസ് ഓൾവേസ് ഗ്രേറ്റർ, അല്ലെങ്കിൽ ഹോട്ടലിന്റെ റെലവൻസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ എന്ന് വേണം ചിന്തിക്കാൻ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ദി കമ്പനി ബി ദി ബെസ്റ്റ് കമ്പനി? നോ അല്ലെ. ബാക്കിയുള്ള സബ് സിസ്റ്റംസും കൂടെ അതേപോലെ വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറഞ്ഞ കമ്പനി ഉദ്ദേശിക്കുന്ന തലത്തിലേക്കുള്ള ഗോള് അച്ചീവ് ചെയ്യത്തുള്ളൂ അല്ലെ. അതിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്, സപ്പോർട്ട് ടീമിന്റെ കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്, R&D ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടോ, ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം എക്സ്ട്രാ അച്ചീവ് ചെയ്തിട്ടോ കമ്പനി വളരാൻ പോണില്ല. Every department is important. Even if the department has very minimal number of employees, പാരണ്ടിൽ 2 പേരേ ഉള്ളൂ എങ്കിൽ കൂടി it is very very important അല്ലെ. സോ ഇതാണ് സിസ്റ്റം തിയറിയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സംഗതി. എന്താണ്? ഓർഗനൈസേഷൻ ഇസ് ഓൾവേസ് ബിഗ്ഗർ ദാൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്സ് കളക്റ്റഡ് അപ് ടു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, ഓർഗനൈസേഷനുള്ളിൽ തന്നെ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സബ് സിസ്റ്റംസ് ഉണ്ട്, വിച്ച് ദംസെൽസ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് സ്മോളർ സബ് സിസ്റ്റം. അതായത് ഓർഗനൈസേഷനുള്ളിൽ ഇപ്പോൾ ഓർഗനൈസേഷനുള്ളിൽ ഒരു സബ് സിസ്റ്റം ആണ് എന്ത്? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിനുള്ളിൽ തന്നെ കാണും പ്രീ സെയിൽസും സെയിൽസ് വിങ്ങും കാണും. ഓക്കെ, പ്രീ സെയിൽസ് എന്താണ്? പ്രീ സെയിൽസ് കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടീമായിരിക്കും അല്ലെ. അവർക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇന്ന ആൾക്കാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ടീമായിരിക്കും സെയിൽസ്. ആൻഡ് ദെൻ pre-sales, then a sales team comes into play. Then അവരെന്ത് ചെയ്യും? ഇവര് മുമ്പോട്ട് വെച്ച ലീഡ്സിനെ ആര് മീറ്റ് ചെയ്യും? സെയിൽസ് ടീം മീറ്റ് ചെയ്യും. ആൻഡ് ദെൻ ദേ വിൽ ട്രൈ ടു കൺവേർട്ട് ദി കസ്റ്റമർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു ഓർഗനൈസേഷനകത്ത് കുറെ സബ് സിസ്റ്റംസ് കാണും. ആ സബ് സിസ്റ്റത്തിനുള്ളിൽ തന്നെ സ്മോളർ സബ് സിസ്റ്റംസ് കാണും എന്നുള്ളതാണ് മുമ്പോട്ട് വെച്ചത്. സോ ഓപ്പൺ സിസ്റ്റം ഒരു എൻവയോൺമെന്റ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പൺ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് കുറേ അധികം ഇൻഫർമേഷൻസ് കിട്ടും, എനർജി കിട്ടും, മെറ്റീരിയൽസ് കിട്ടും, ആൾക്കാരുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് കിട്ടും, നമ്മുടെ മോഡലിന് എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് കിട്ടും അല്ലെ, അവരെന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് കിട്ടും അല്ലെ, എന്താണ് ഈ പ്രൊഡക്റ്റുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് പ്രൊഡക്റ്റിന്റെ വാല്യൂ, അതിന്റെ ഒരു വില എത്രയാണ് എന്ന് കിട്ടും. സോ നമുക്ക് ആ വില ഏകീകരിക്കാൻ സാധിക്കും. ആൻഡ് ദെൻ അത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ ഈ ഇത്രയും കാര്യങ്ങൾ, അതിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മുടെ സിസ്റ്റത്തെ തന്നെ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഫക്ട് ചെയ്താൽ മാത്രമേ നമുക്കും നമ്മുടെ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഇത് കമ്പനിക്കും കമ്പനിയുടെ പ്രൊഡക്റ്റിനും നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ആയിട്ടൊരു എൻവയോൺമെന്റിൽ ഒരു കമ്പനിക്ക് നിലനിൽക്കണമെങ്കിലുള്ള ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒന്ന്, ഇറ്റ് ഷുഡ് ചേഞ്ച്, അഡാപ്റ്റ് ടു ചേഞ്ചസ് അല്ലേ. ഒന്ന് എന്താണ്? വയബിലിറ്റി ആൻഡ് സർവൈവൽ അല്ലെ. വയബിലിറ്റി ആൻഡ് സർവൈവൽ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചേഞ്ചസുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു വയബിലിറ്റിയും ആ കമ്പനിക്ക് ഒരു സർവൈവലും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കത്തുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് സിസ്റ്റംസ് അപ്രോച്ച് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്റർ കണക്റ്റഡ് സബ് സിസ്റ്റംസ് നമ്മൾ സംസാരിച്ചു അല്ലെ. സെയിൽസ് ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെന്റ്സ് കാണാം. ദെൻ നോ ഐസൊലേഷൻ, ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ. സെയിൽസ് ഇപ്പോൾ ഡെവലപ്മെന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോയി എന്ത് പറ്റും? ഇതെന്താ പ്രൊഡക്റ്റ് എന്ന് പോലും പുള്ളിക്ക് മനസ്സിലാകത്തില്ല അല്ലെ. അതുപോലെ തന്നെ സെയിൽസ് സപ്പോർട്ട് ടീംസ് ഉണ്ട് അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റു, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഇഷ്യൂസിനെ പറ്റി അല്ലെങ്കിൽ അതിന്റെ സർവീസസിനെ പറ്റി പലപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ കോമൺ ആയിട്ട് കുറേ ഇഷ്യൂസ് വരും. ആ ഇഷ്യൂസ് സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്മെന്റ് ടീമിന് കൈമാറിയാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റ് നന്നാക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഐസൊലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തേ ഇല്ല. ദേ ആർ ഇന്റർ കണക്റ്റഡ്, ദേ നീഡ് വൺ അനദർ. മനസ്സിലാകുന്നുണ്ടല്ലോ? ദെൻ ബൗണ്ടറി ഇപ്പൊ എന്താ? നമുക്ക് ബൗണ്ടറി ഇല്ല, വളരെ ഡിമിനിഷ്ഡ് ആയിട്ടൊരു ബൗണ്ടറിയാണ്.
ഈ പറയുന്ന സബ്സിസ്റ്റൻസും എൻവയോൺമെന്റും തമ്മിലുള്ള ബൗണ്ടറി. ദെൻ ചേഞ്ചിങ് എൻവയോൺമെന്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സിസ്റ്റം, നമ്മുടെ മാനേജ്മെന്റ് സ്റ്റൈലിനെ മാറ്റിക്കൊണ്ടിരിക്കണം. ദെൻ സെൻസിറ്റീവ് ടു ദി എൻവയോൺമെന്റ്, ഹൈലി സെൻസിറ്റീവ് ആയിരിക്കണം. എൻവയോൺമെന്റിൽ വരുന്ന ഓരോ ചെറിയ മാറ്റവും ഓരോ ചെറിയ റിക്വയർമെന്റും നമ്മളിലേക്ക് എത്തണം. നമ്മൾ ആ പ്രൊഡക്റ്റ് മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റണം വേണ്ടോ എന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ സ്റ്റേജാണ്. പക്ഷേ ആ ചേഞ്ച് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മാനേജ്മെന്റിലേക്ക് എത്തണം. ഞാൻ മോണിറ്ററിങ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ. ഫൈൻ. സോ ഇതാണ് നമ്മുടെ സിസ്റ്റംസ് അപ്രോച്ചിന്റെ ബേസിക് ഐഡിയ. ഇനി ഇതിന്റെ എന്താ പറയുന്നത്, യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്ന്, മീനിങ് അനാലിസിസ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മുടെ വർക്കിങ്ങിനെ പറ്റിയും ഒക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ടൊരു അനാലിസിസ് സ്റ്റഡി നടത്താൻ നമുക്ക് പറ്റും. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഓർഗനൈസേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ഈ പറയുന്ന കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ഈസിലി കിട്ടും. ദെൻ ഇൻറ്റഗ്രേറ്റഡ് തിങ്കിങ്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടായിരിക്കത്തില്ല അതിനെ അറ്റാക്ക് ചെയ്യുന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുടെയും കൺസേൺസിനെ പറ്റി അവരുടെ ഇൻപുട്സിനെ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. സോ ഇവിടെ ഒരു കോപ്പറേറ്റീവ് സിസ്റ്റമായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. മനസ്സിലാകുന്നുണ്ടല്ലോ? ദെൻ യൂണിഫൈഡ് ഫോക്കസ്. ഇവിടെ എല്ലാവരുടെയും ഐഡിയ അല്ലെ, ഇവിടെ എല്ലാവരുടെയും ഗോൾ ഒന്ന് തന്നെയാണ്. എന്താണ്? നമുക്ക് കമ്പനിയുടെ വളർച്ച, അല്ലെ? സെയിൽസ് സിസ്റ്റത്തിന്റെ കൂടുതൽ സാധനം സെയിൽ ചെയ്യുക എന്നുള്ളതല്ല ഒരു സെയിൽസ് സിസ്റ്റത്തിന്റെ, ഒരു സെയിൽസ് ടീമിന്റെ ഐഡിയ ആയിട്ട് വരുന്നത്. അതുപോലെ ഡെവലപ്മെന്റ് ടീമിന്റെ ഐഡിയ എന്താണ്? ഈ ഡേറ്റിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കില്ല. പകരം എന്താണ്? ഇവരുടെ എല്ലാവരുടെയും ഗോൾ എന്താണ്? ടു ഗീവ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് വി ഹാവ് എവർ സെർവ്ഡ് ടു ദി പബ്ലിക് എന്നുള്ളതായിരിക്കും ഐഡിയ. അതിനുവേണ്ടി എന്ത് ചെയ്യും? അതിനുവേണ്ടി ഒരു വർക്ക് ചെയ്യും. അപ്പോൾ എന്താ? എക്സ്ട്രാ എഫേർട്സ് ഇടും, എക്സ്ട്രാ കെയർ ഇടും, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മേക്ക് ചെയ്യും. സോ ഇതാണ് യൂണിഫൈഡ് ഫോക്കസ്. ദെൻ കംസ് ഡൈനാമിക് നേച്ചർ. ഇവിടെ എന്താണ്? ഈ പറയുന്ന എൻവയോൺമെന്റ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നമുക്ക് അഡാപ്റ്റബിൾ ആയേ പറ്റുള്ളൂ, നമ്മുടെ ഫ്ലെക്സിബിൾ ആയേ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ, എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് എന്ന് നമുക്ക് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ആസ് ദി എൻവയോൺമെന്റ് ചേഞ്ചസ്, ആസ് ദി കമ്പനി നീഡ് ചേഞ്ചസ്, വി ഹാവ് ടു അഡാപ്റ്റ്, വി ഹാവ് ടു ബി ഫ്ലെക്സിബിൾ വിത്ത് ദി ചേഞ്ചസ് ദാറ്റ് കംസ് ടു അസ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഇന്ററാക്ഷൻസ്. ഇവിടെ നമുക്ക് ആ ഡിഫറെന്റ് ഈ പറഞ്ഞ ഇന്ററാക്ഷൻസിനെ ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റാതെ ഇന്ററാക്ഷൻസിനെ കൊണ്ടുള്ള ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും, അല്ലെ? ഒരു സെയിൽസ് ടീം തന്റെ കൺസേൺസ് പറയുമ്പോൾ അത് ഡെവലപ്മെന്റ് ടീം ഇയാൾക്ക് തോന്നുന്ന പോലെ പറഞ്ഞാൽ മതി, ഇവിടെ ഉണ്ടാക്കുന്ന ഞങ്ങളാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല, അല്ലെ? അതുപോലെ തന്നെ ഇപ്പോൾ R&D ടീം ഒരു ഐഡിയ മുമ്പോട്ട് വെച്ചു. ആ ഐഡിയ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ മറ്റ് ടീമുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെ? സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നമ്മൾ ആ ഇന്ററാക്ഷൻസ് പോകരുത്. പകരം അതിൽ നിന്നും ഒരു ഇവന്റ് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. there are lot of limitations for systems approach. ഭയങ്കര കോംപ്ലക്സ് ആണ്, അല്ലേ? ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം. ഒരു വലിയ കോംപ്ലക്സ് സിസ്റ്റത്തിനെ ഭയങ്കര സിമ്പിൾ ആക്കി പറയുകയാണ് ഇവിടെ ചെയ്യുന്നവർ. അത്ര സിമ്പിൾ അല്ല റിയൽ ലൈഫ് സിനാരിയോയിൽ. ദെൻ സബ്ജക്ടിവിറ്റി. ഇവിടെ മാനേജേഴ്സ് പലപ്പോഴും പല രീതിയിലായിരിക്കും ആൾക്കാരെ കാണുന്നത്. ഒരേ സിസ്റ്റം തന്നെ ആയിരിക്കാം പല മാനേജേഴ്സ്. ഒരു മാനേജറിന് പോകാൻ മറ്റൊരു മാനേജറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഹി വിൽ ട്രൈ ടു കം അപ്പ് വിത്ത് ഹിസ് ഓൺ സ്റ്റൈൽസ്, അല്ലെ? അയാളുടെ രീതിയിലുള്ള ഒരു രീതി ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇതുമായിട്ട് ഒത്തുപോകത്തില്ല. ദെൻ അതാണ് സബ്ജക്ടിവിറ്റി. ദെൻ ടൈം ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ട ടൈമുണ്ട്. ആ ടൈമിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ മാർക്കറ്റ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒന്നും ആ പ്രൊഡക്റ്റ് മാറ്റാൻ സാധിക്കത്തില്ലായിരിക്കും. സോ അവിടെ ടൈം ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ആൻഡ് ഓവർ എംഫസിസ് ഓൺ ഇന്ററാക്ഷൻസ്. കൂടുതൽ മീറ്റിംഗ്. there are different types of agile meeting. അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. there are different types of meeting. 8 മണിക്കൂർ ജോലിയിൽ 2 മണിക്കൂർ മീറ്റിംഗ് നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? 2 മണിക്കൂർ ആ പ്രൊജക്റ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ മീറ്റിംഗ് ശേഷം ഡിസ്കഷനായി, ചായ കുടിയായി, അങ്ങനെ ടൈം പോകും. സോ മീറ്റിംഗ്സ് വളരെ വളരെ ചെറുതായിരിക്കണം. ആ ചെറിയ മീറ്റിംഗ് വളരെ വളരെ എന്താ പറയുന്നത്, വാല്യുബിൾ ആയിരിക്കണം. സോ അവിടെ ഈ പറഞ്ഞ പോലെ ഓവർ എംഫസിസ് ഓൺ ഇന്ററാക്ഷൻസ് ആൻഡ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? ടൈം ഒത്തിരി മിസ്സാവും. ഓക്കെ, വാല്യുബിൾ ടൈം ഒത്തിരി മിസ്സാവും. സോ അത് മറ്റൊരു ഇഷ്യൂ ആണ്. ദെൻ ലാക്ക് ഓഫ് പ്രിസിഷൻ. നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇവിടെ പ്രോബിലിസ്റ്റിക് ആണ്, അല്ലേ? ഡിറ്റർമിനിസ്റ്റിക് അല്ല. നമുക്ക് അറിയില്ല എന്താ വർക്ക് ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം. ബട്ട് സ്റ്റിൽ വി വിൽ ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് മണി ഇൻ ടു ദി പ്രൊഡക്റ്റ്. അപ്പോൾ എന്താ, ഇവിടെ ഒരു പ്രിസിഷൻ ഇല്ല. ആൻഡ് വെൻ ഇറ്റ് ഗോസ് ഡൗൺ ദ ഹിൽ, ഇതെന്താ വലിയൊരു നഷ്ടമായിട്ട് മാറും. So this is basically limitations of system approach. കത്തിയല്ലോ. Then comes contingency approach. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഈ പറയുന്ന തിയറി ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്താണ് നമ്മുടെ സാഹചര്യം, ആ സാഹചര്യം അനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യാൻ എന്നാണ് കണ്ടിജൻസി പറയുന്നത്. സോ ഇറ്റ് ഈസ് അവർ പറയുന്നത് എന്താണ്? there is no best way for a manager or to manage. There is no best way എന്നാണ് കണ്ടിജൻസി പറയുന്നത്. ആ സിറ്റുവേഷന് ഇതായിരിക്കും ബെസ്റ്റ്.
then go for that best thing. ഓക്കെ, ആ സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷനും കൂടെ ബെസ്റ്റ് ആയിട്ടൊന്നുമില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാനേജ്മെന്റ് സ്റ്റൈൽ മാറ്റണം, ലീഡർഷിപ്പ് സ്റ്റൈൽ മാറ്റണം, അല്ലേ, നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം എന്നാണ് കോണ്ടിജൻസി അപ്രോച്ചിൽ പറയുന്നത്. സോ ഫ്രം ക്ലാസിക്കൽ തിങ്കേഴ്സ് എന്താണ്, റിസർച്ചേഴ്സ് ബിഗാൻ ടു സ്റ്റഡി ഹൗ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ആ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മുടെ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ തുടങ്ങി പണ്ട് മുതലേ. ഇത് ക്ലാസിക്കൽ തിങ്കേഴ്സിന്റെ കാലം മുതലേ പഠിക്കാൻ തുടങ്ങി. സോ അങ്ങനെയാണ് ഫ്രെഡ് ഫീൽഡ് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ കണ്ടിജൻസി തിയറി ഓഫ് ലീഡർഷിപ്പ്. ഓക്കെ, നമുക്ക് പല എക്സ്പീരിയൻസ് കിട്ടുക, ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം പല സിറ്റുവേഷൻസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ്, ഈ പറയുന്ന സംഗതിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. വൺസ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി മേ ഹാവ് എ ഐഡിയ ഓൺ ഹൗ ടു റിസോൾവ് തിങ്സ്, അല്ലേ. സോ അതുകൊണ്ടാണ് നമുക്ക് ഒരു മാനേജർ ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്, ഒരു 5 to 6 years. IIM ഗ്രാജുവേറ്റ് ആകുന്ന ഒരാൾ മാനേജർ ആകുമ്പോഴും ഒരു 10 കൊല്ലം വർക്ക് ചെയ്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കിട്ടി മാനേജർ ആയ ഒരാളുടെ ഡിഫറൻസ് അതാണ്. സിമിലർലി നമ്മൾ ഒരു അഡ്മിനിസ്ട്രേഷൻ പോയിന്റ് ഓഫ് എടുക്കുകയാണെങ്കിൽ IPS ആകുന്ന ഒരാളും SII ജോയിൻ ചെയ്തിട്ട് അത് പിന്നീട് CI DYSP ആയി പിന്നീട് ഈ പറയുന്ന കമ്മീഷണറായി മാറുന്ന ഒരാളുടെ നമ്മൾ വ്യത്യാസം എന്താണ്? ദ സെക്കൻഡ് ഗായ് ഹാവ് എ 10 years of experience, like 15 years of experience. He has gone through different situations. He has handled different crimes, different pressure situations. So ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ he knows how to handle it. പക്ഷെ പുതുതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് അത്ര പെട്ടെന്ന് ഇതുമായിട്ട് നമുക്ക് എന്താ പറയുന്നത് ഒത്തുപോകാൻ സാധിക്കണമെന്നില്ല. ചില ആൾക്കാർ അത് പെട്ടെന്ന് പഠിക്കും, ചില ആൾക്കാർ വിൽ ടേക്ക് ടൈം, അല്ലേ. സോ കോണ്ടിജൻസി അപ്രോച്ചും പറയുന്നത് അത് തന്നെയാണ്. ഒരു മാനേജ്മെന്റിന് ഒരു ബെസ്റ്റ് വേ ഇല്ല. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ദി സ്റ്റൈൽ ഹാസ് ടു ചേഞ്ച്. ഇതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ബേൺസ് ആൻഡ് സ്റ്റോക്കർ എന്ന് പറഞ്ഞ 2 തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു, ബ്രിട്ടീഷ് ആൻഡ് സ്കോട്ടിഷ് ഫേംസുകളെ പോയി സ്റ്റഡി ചെയ്യാൻ പോയി. അവർ സ്റ്റഡി ചെയ്യാൻ പോയപ്പോൾ അവർ 2 തരം ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിനെയാണ് അവർ എടുത്തത്. ഒന്ന് മെക്കാനിസ്റ്റിക്, നമ്മുടെ ഈ വെയർ ഹൗസിലെ പോലെ, അല്ലെ, ഒരു ഫാക്ടറി സെറ്റപ്പ്. 2 ഓർഗാനിക് സെറ്റപ്പ്, കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള, കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഉള്ള സ്ഥലങ്ങളെടുത്തു. ഇനി അവർ മനസ്സിലാക്കിയ സംഗതി എന്താണ്, ഈ മെക്കാനിസ്റ്റിക് സ്റ്റൈൽ, അതായത് വളരെ സ്റ്റേബിൾ ആയിട്ട് എൻവയോൺമെന്റ്, അതായത് രാവിലെ വരെ 8 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യാം, ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വേണ്ട, അത് വളരെ സ്റ്റേബിൾ ആയിട്ട് എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ ഈ മെക്കാനിസ്റ്റിക് സ്ട്രക്ചർ വർക്ക് ചെയ്യും. ഇതുപോലെ സ്റ്റേബിൾ എൻവയോൺമെന്റ് ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്, നമ്മുടെ പഞ്ചായത്ത് ഓഫീസൊക്കെ എടുക്കുക. ഇവിടെ വളരെ സ്റ്റേബിൾ ആയിട്ട് എൻവയോൺമെന്റ് ആണ്. അവരുടെ ഇഷ്യൂസ്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒരു ദിവസം വെച്ച് മാറുന്നൊന്നുമില്ല. അത് വളരെ സിമ്പിളാണ്. വരിക, ഇപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ അതിനു വേണ്ടി വരും, അല്ലെ. ചിലപ്പോൾ ചില ലോൺസ് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ചില എന്താ പറയുന്നത് കരമടയ്ക്കാൻ വരും. അങ്ങനെയുള്ള ബേസിക് സർവീസുകൾ അവിടെ നമ്മുടെ എൻവയോൺമെന്റ് സ്റ്റേബിൾ ആണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ വിൽ വർക്ക് എന്നാണ് അവർ പറഞ്ഞത്. ദെൻ ഡൈനാമിക് എൻവയോൺമെന്റിൽ നമുക്ക് ഓർഗാനിക് സ്ട്രക്ചർ വേണം. ഇപ്പം ISRO പോലെ അല്ലെങ്കിൽ BSSI പോലെ അവിടെ ഡൈനാമിക് ആണ്, അല്ലേ. അവിടെ നമുക്ക് ഒരു പ്രൊജക്ട് വരുന്നു, ആ പ്രൊജക്റ്റിൽ കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നു. അവിടെ ഈ പറഞ്ഞ മെക്കാനിക് രീതിയിൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. 8 hour ഷിഫ്റ്റ് ഒന്നും അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. ഡീൽ വർക്ക് ചിലപ്പോൾ അവർക്ക് കൂടുതൽ നേരം വർക്ക് ചെയ്യും, ചിലപ്പോൾ 2 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. പല IT ഫേംസിലും ഇതാണ് സംഭവം കേട്ടോ. പല IT ഫേംസ് ഇൻ ദ സെൻസ് ഇൻഫോസിസ്, TCS പോലുള്ള കമ്പനികളല്ല, കുറച്ചുകൂടി വാല്യൂ ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ടിവിറ്റി വാല്യൂ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ് വർക്ക് ചെയ്യുക കേട്ടോ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. ഇനി ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് എന്ത് പറ്റും, കംപ്ലീറ്റ് സിസ്റ്റം തന്നെ അടിച്ചു, അല്ലേ. സോ എന്താണോ നമ്മുടെ സിസ്റ്റം, നമ്മുടെ എൻവയോൺമെന്റ്, എന്താണോ നമ്മുടെ നീഡ്, എന്താണോ ആ സിറ്റുവേഷൻ, അതനുസരിച്ച് വേണം നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യാൻ എന്നാണ് അന്നും ആര് പറഞ്ഞത്, ബേൺസ് ആൻഡ് സ്റ്റോക്കേഴ്സ് പറഞ്ഞത്. ദെൻ ജോൺ വുഡ്വേർഡ് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഈ പറയുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ടെക്നോളജി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അദ്ദേഹം 100 ഇൻഡസ്ട്രിയൽ ഫേംസിന് അദ്ദേഹം എടുത്തു. ആൻഡ് വുഡ്വേർഡ് ഡിസ്കവർഡ് ദാറ്റ് ദ ടൈപ്പ് ഓഫ് ടെക്നോളജി എംപ്ലോയ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്ലേഡ് എ സബ്സ്റ്റാൻഷ്യൽ റോൾ in determining various aspects like span of control, utilization committing, വഗേറ. അതായത് എന്താണ്, ഒരു കമ്പനിയിൽ നമ്മൾ ഏത് ടെക്നോളജിയാണോ യൂസ് ചെയ്യുന്നത്, ആ ടെക്നോളജി ബാക്കിയുള്ള കാര്യങ്ങളിൽ, അതായത് കമ്പനിയുടെ സ്പാൻ ഓഫ് കൺട്രോൾ ആയിക്കോട്ടെ, കമ്മിറ്റി യൂട്ടിലൈസേഷൻ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഇതിനെയൊക്കെ വളരെ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സൽസ് ഒന്നും യൂസ് ചെയ്യാതെ, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ ഇപ്പോഴും ബുക്കും പേപ്പറും പേനയും വെച്ച് ഈ പറയുന്ന ക്ലയന്റ് ഇന്ററാക്ഷൻസ് അവർ വന്നു, അവർ മേടിച്ചു, ഈ ബില്ലിംഗ് എല്ലാം ബുക്ക് വഴി തന്നെ നടത്തുന്ന ഹോട്ടൽസ് അല്ലെങ്കിൽ കമ്പനികൾ കാണും, അല്ലേ.
നമുക്കറിയാം ബില്ലിങ്ങിന് വേണ്ടി തന്നെ പെറ്റ് പൂജ എന്ന് പറഞ്ഞ പെറ്റ് പൂജ, നിങ്ങൾ ഇനി നിങ്ങൾ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ നിങ്ങളൊന്ന് ഒന്ന് നോക്കുക, അവിടെ പെറ്റ് പൂജ അല്ലെങ്കിൽ പെയ്ഡ് പൂജ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഏറ്റവും കൂടുതൽ വിറ്റത്, ഒരു ദിവസം ഏറ്റവും കുറവ് സർവേ ചെയ്ത ടേബിൾ ഏതാണ്, അതായത് ഒരു 10 ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ ഇപ്പോൾ 2 ടേബിൾ വെച്ചിട്ടായിരിക്കും ഒരു വെയിറ്റർ നമ്മൾ അലോട്ട് ചെയ്തേക്കുന്നത്. അതിൽ ഏറ്റവും കുറവ് ഫുഡ് സെർവ് ചെയ്ത ടേബിൾ ഏതാണ്, ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സീറ്റ്സ് ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ അത്രയും ഡേറ്റ കിട്ടും. സോ ഇതൊക്കെ കിട്ടുമ്പോൾ എന്താണ്, കൂടുതൽ ഡേറ്റ കിട്ടുമ്പോൾ വി ക്യാൻ അലോക്കേറ്റ് റിസോഴ്സസ് മോർ വിജിലൻ്റ്ലി, അല്ലെ, മോർ എഫിഷ്യൻ്റ്ലി. സോ ഇവിടെ കുറേ അധികം രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സോ അന്നേ വുഡ്വേർഡ് പറഞ്ഞ സംഗതിയിൽ ഇന്നും എക്സിക്യൂട്ട് ചെയ്യാത്ത സിസ്റ്റംസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലോറൻസ് ആൻഡ് ലോ റിസർച്ച് ഇവരെന്ത് ചെയ്തു, നെസസിറ്റി ടു അഡാപ്റ്റ് ടു കോംപ്ലക്സ് എൻവയോൺമെന്റ്, ഇതിനെപ്പറ്റിയാണ് അവർ സ്റ്റഡി ചെയ്തത്. അത് നമ്മുടെ ഈ പറയുന്ന എൻവയോൺമെന്റ് മാറുന്നതനുസരിച്ച് അതിന് അഡാപ്റ്റ് ചെയ്യാത്ത ഓർഗനൈസേഷൻ എന്ത് സംഭവിക്കുന്നു, അഡാപ്റ്റ് ചെയ്ത ഓർഗനൈസേഷൻ എന്ത് സംഭവിക്കുന്നു, ഇതിലായിരുന്നു അവരുടെ സ്റ്റഡി നടത്തിയത്. ആൻഡ് ദേ പോയിന്റ് ഔട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് അലൈനിങ് the level of differentiation and integration with the complexity of the environment. എൻവയോൺമെന്റിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് കമ്പനിയിലുള്ള ഡിഫറൻസസ്, കമ്പനിയിലുള്ള അഡീഷൻസ്, ഇതിനെ ഏത് രീതിയിൽ വേണം അലൈൻ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ദെൻ കോണ്ടിജൻസി അപ്രോച്ച് ഒന്ന് നാച്ചുറൽ നമുക്ക് എന്താണ്, ഇറ്റ് ബേസിക്കലി ഇവോൾവ് ചെയ്ത 1960s ദി അപ്രോച്ച് എമേഴ്സ് റിയൽ ലൈഫ് മാനേജേഴ്സിന്റെ റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് എമേഴ്സ് ചെയ്തത്. ആൻഡ് ഇവരെന്താണ്, ഒരു മാനേജ്മെന്റ് ടെക്നിക്കിന് പകരം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാനേജ്മെന്റിലേക്ക് എത്തണം. സോ അതിന് വിൽ ടേക്ക് ടൈം അല്ലെങ്കിൽ വിൽ ടേക്ക് എക്സ്പീരിയൻസ് എന്നാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്, അല്ലേ. The basic idea of this approach is that the number of management technique or theory is appropriate in all situations എന്നാണ് പറയുന്നത്. The number management technique is applicable in all situations എന്നാണ് പറയുന്നത്. There is no single approach worked consistently in every situation. ഇതാണ് നമ്മുടെ ഗെറ്റ് അവേ പോയിന്റ് കേട്ടോ. അതായത് ഒരു സിംഗിൾ അപ്രോച്ച് എല്ലാ സിറ്റുവേഷനിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അവിടെയാണ് ഇഫ് ദെൻ എന്നൊരു പോയിന്റിലേക്ക് വരാം. നമുക്ക് അതിലേക്ക് വരാം. ദ 4 key principles എന്തൊക്കെയാണ്? ഒന്ന്, ഫ്ലെക്സിബിലിറ്റി ടു അഡാപ്റ്റ് വിത്ത് ദി environment. Contextuality എന്താണ്, considers the specific organizational environment. Then situational leadership, അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് വെച്ചാൽ നമുക്ക് ഹൈലി ഡെഡ് ലൈൻ മീറ്റ് ചെയ്യേണ്ട പ്രൊജക്ട്സ് ഒന്നും ഇല്ല എങ്കിൽ കുറച്ച് എന്താ പറയുന്നത് ലീനിയൻ്റ് ആയിട്ട് നമ്മൾ ഇടപെടണം. ഹൈ പ്രയോറിറ്റിയിൽ വളരെ ടൈറ്റ് ഡെഡ് ലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി എ ബിറ്റ് മോർ strict, അല്ലെ. മാനേജ്മെന്റ് ഹാസ് ടു ബി ബിറ്റ് മോർ സ്ട്രിക്ട്. ദെൻ റെലവൻസ് അപ്ലൈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. എപ്പോഴാണ് നമ്മുടെ സിറ്റുവേഷൻ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബേസിക് അസംപ്ഷൻ എന്താണ്, മാനേജ്മെന്റ് ടെക്നിക്സ് മസ്റ്റ് അഡ്ജസ്റ്റ് ടു ഫിറ്റ് ടു ദി സർക്കംസ്റ്റൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതികൾ തന്നെയാണ് ഇപ്പോഴും പിന്നെ പറയുന്നത് കേട്ടോ. ഇനിയാണ് നമ്മൾ മുമ്പോട്ട് മറ്റൊരു സാധനം പഠിക്കണം. ഏതാണ്? ഇഫ് ദെൻ അപ്രോച്ച്. If then approach പറഞ്ഞിട്ട് മുമ്പോട്ട് വരാം. ഒന്ന്, if a manager faces a particular situation, then they should apply the most suitable style of principle. So questions വരാം. If then approach ഏത് മാനേജ്മെന്റ് തിയറിയിലാണ് വരുന്നത് എന്നുള്ള ചോദിക്കാം കേട്ടോ. സോ ഇഫ് ദെൻ എന്താണ്, ഇഫ് ഇങ്ങനൊരു സംഭവം നടക്കുകയാണെങ്കിൽ ദെൻ ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കും. ഇഫ് ഇത് ഇങ്ങനെയാണ് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ദെൻ മറ്റൊരു സംഭവം എടുക്കും. സോ ബേസിക്കലി പ്ലാൻ ചെയ്തില്ല നമുക്ക്. അത് തന്നെയാണ് കേട്ടോ ഇഫ് ദെന്നിലേക്ക് വരുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കോണ്ടിജൻസി അപ്രോച്ച് എന്തൊക്കെയാണ്? ഒന്ന്, സിറ്റുവേഷനിലാണ് ഫോക്കസ്. നമ്മൾ നമ്മുടെ മാനേജ്മെന്റ് ടെക്നിക്കലല്ല ഫോക്കസ്. ഓക്കെ, സിറ്റുവേഷൻ എന്താണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റൈൽ നമ്മൾ ഏറ്റെടുക്കും. Then fit the situation. Environment adaptation. Environment മാറുന്നതനുസരിച്ച് we will try to adapt with the environment. So dynamic ആയിട്ടുള്ള environmental system dynamic ആയിരിക്കും. Then no universal best way. എല്ലാ എന്താ പറയുന്നത് സിറ്റുവേഷനിലും വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയയും ഇല്ല. The technique will change according to the situation. കീ എലമെന്റ് എന്തൊക്കെയാണ്? ഒന്ന്, എൻവയോൺമെന്റ്. 2, ടെക്നോളജി. 3, പീപ്പിൾ. 4, സ്ട്രക്ചർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെ. കോംപ്ലക്സിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, അല്ലെ. ഒരു മാനേജറിന് പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് എല്ലാവർക്കും ഒരേപോലെ എക്സ്പീരിയൻസും ഉണ്ടാകണം നിർബന്ധമില്ല, അല്ലെ. സോ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ ലിമിറ്റഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. ഇവിടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന 2 ഡിഫറെന്റ് കൺട്രികളിൽ ഒരേ ഐഡിയ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല.
അല്ലേ? അവിടെ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ട് അല്ലേ? അവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഒരേ സിറ്റുവേഷൻ തന്നെയാണ് രണ്ട് കമ്പനി ഫേസ് ചെയ്യുന്നത്, എങ്കിൽ കൂടി ഒരേ ഐഡിയയുടെ വർക്ക് ചെയ്യണമെന്നും നിർബന്ധമില്ല. റിലയൻസ് ഓൺ മാനേജറൽ സ്കിൽസ്. ഇവിടെ എന്താണ്? മാനേജീരിയൽ എക്സ്പീരിയൻസിലാണ് ഓവർ റിലയൻസ്. ഇവിടെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്ര ഷ്രൂഡ് ആയിട്ടുള്ള ഒരു മാനേജർ വന്നില്ല എങ്കിൽ ഈ പറയുന്ന പരിപാടിയൊക്കെ കുളമാകും അല്ലേ? ഈ പറയുന്ന പരിപാടി എല്ലാം കുളമാകും. ദെൻ കോംപ്ലക്സിറ്റി ഓഫ് ഇൻട്രാക്ഷൻ. ഇവിടെ ഇൻട്രാക്ഷൻസ് വളരെ കോംപ്ലക്സിറ്റിയാണ്. എൻവയോൺമെന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ടെക്നോളജി മാറുന്നതനുസരിച്ച് എയുടെ കാലഘട്ടത്തിൽ ഓരോ ദിവസം പുതിയ പുതിയ പ്രൊഡക്റ്റും പുതിയ പുതിയ സർവീസും പുതിയ പുതിയ ടെക്നിക്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം നമുക്ക് കൂടെ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ കോംപ്ലക്സിറ്റി ഓൺ ഇൻട്രാക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യാ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് നമുക്ക് സിസ്റ്റം തിയറിയിലും കോണ്ടിജൻസി തിയറിയിലും നമ്മൾ പഠിക്കണം. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ദിസ് ഇസ് കുറച്ച് ഹയർ ഓർഡർ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതിനെ എത്ര ലഘൂകരിക്കാൻ സാധിക്കാമോ അത്രയും സിമ്പിളാക്കി സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയാൽ മതി. കാരണം നിങ്ങൾക്ക് എക്സാംസിന് MCQ ആണ്. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ എനി ക്വസ്റ്റ്യൻ ദാറ്റ് കംസ് ടു യു. സോ ഗോ ത്രൂ ദി PPT റൈറ്റ് ആഫ്റ്റർ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഈ PPT ഷെയർ ചെയ്യുന്ന PPT കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ദെൻ ട്രൈ ടു മേക്ക് യുവർ ഓൺ നോട്ട്സ്. വൺസ് നിങ്ങൾ ആ നോട്ട്സും ഉണ്ടാക്കി കഴിഞ്ഞാൽ ദെൻ ഡോണ്ട് കം ബാക്ക് ടു ദി PPT. ഓക്കെ, ആ നോട്ടിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം അതാണ് ബെസ്റ്റ് വേ. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന PPTയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ആ നോട്ടാണ് നിങ്ങളുടെ നോട്ട് കേട്ടോ. ആ നോട്ട് യൂസ് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ടെക്നിക്ക് നിങ്ങൾ ഈ എക്സാം എന്നല്ല ഏതൊരു എക്സാമിനും നിങ്ങൾ യൂസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ്. ഫൈൻ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ 2 ടെക്നിക്സ് ഉണ്ട്, അജൈൽ ടെക്നിക്സും TQM മെത്തേഡൊക്കെ. നമുക്ക് അതോടൊന്ന് ഡിസ്കസ് ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ആ മോഡേൺ മാനേജ്മെന്റ് തിയറി കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. യെസ്, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ബൈ, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.